ഹായ്, ദേ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഐറ്റം കണ്ടോ? ഇതെന്താണെന്നറിയാമോ? നല്ല ബീഫ് കപ്പപ്പുട്ടാണ്. കപ്പ ഗ്രേറ്റ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കിയതാണ്. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദേ നല്ല ബീഫാണ്. ഇത് കണ്ടോ? നല്ല ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. നമുക്ക് ആദ്യം തന്നെ ബീഫ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ. ബീഫ് കഴുകിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി അത് വേവിക്കാൻ വേണ്ടി വെക്കാവേ. അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കപ്പ നന്നായിട്ട് തൊലി പൊളിച്ച് കഴുകി അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവേ. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം കപ്പയെ. ആ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞ് നമുക്ക് എത്രത്തോളം പിഴിയാൻ പറ്റുന്നോ അത്രത്തോളം പിഴിഞ്ഞ് അതിലെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് വേണം എടുക്കാനേ. എന്നിട്ട് ആ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന കപ്പയിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, സവോള, പച്ചമുളക് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അതിലേക്ക് ഞാൻ ആ ബീഫ് വേവിച്ച വെള്ളം അതൊരിച്ചിരി ആ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ബീഫാണ്. ഞാനിത് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തിട്ടില്ല. പകരം ഒന്ന് വെന്ത കഷ്ണത്തെ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കിയിരിക്കുവാണെങ്കിൽ മിക്സിയിൽ ഗ്രേറ്റ് ചെയ്യുമ്പം അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇനി നമുക്ക് വേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് അടുത്തതായിട്ട് പുട്ട് വേവിക്കാം. അതിനുവേണ്ടി ഞാൻ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലൊന്ന് ആവി വരുമ്പോൾ ചിരട്ട വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടാം. പിന്നെ ആ ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയുടെ മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കാവേ. അതുകൂടെ ചേർത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി ബീഫ് ഇട്ട് തേങ്ങയും ഇട്ട് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാവേ. അടച്ചു വെച്ച് അത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പുട്ട് റെഡിയാകുമേ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കാം. ഇതുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. എനിക്കത് എങ്ങനെ പറയണമെന്നറിയത്തില്ല, അത്രയും സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.